ശ്രീ രാജു പി നായർ, ഇപ്പോൾ UDF മുന്നണി എടുത്താൽ ശക്തിയുള്ള രണ്ട് കക്ഷികൾ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. ബാക്കി ഘടക കക്ഷികളൊക്കെ 90കളിലെയോ അല്ലെങ്കിൽ 2000ന്റെ ആദ്യ പകുതിയിലെയോ ഒന്നും പ്രതാപത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ CMP ആവട്ടെ, JSS ആവട്ടെ, RSP ആവട്ടെ, അതല്ലെങ്കിൽ ഇനി കേരള കോൺഗ്രസ് ആവട്ടെ. കേരള കോൺഗ്രസ് മാണി വിഭാഗം നിങ്ങളുടെ കൂടെയല്ല, ജോസഫ് വിഭാഗമാണുള്ളത്. അതിലെ കുറച്ച് നേതാക്കൾ കൂടി ഉണ്ടെങ്കിലും അപ്പോൾ ഇതര ഘടക കക്ഷികൾ ശക്തർ എന്ന് പറയാൻ കഴിയില്ല, അവർ ദുർബലാവസ്ഥയിലാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മാസ് ബേസ് ആണ്. അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്നുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നിരിക്കെ ലീഗിന്റെ കൺസേൺസിനെ, ലീഗിന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാതിരിക്കാനും അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാനും കോൺഗ്രസിന് കഴിയുമോ? ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പദം അവർക്ക് കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ ഒന്നുമല്ല. ലീഗിനെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ കോൺഗ്രസിന് പറ്റുമോ? അഭിലാഷേ, ലീഗ് പതിറ്റാണ്ടുകളായിട്ട് ഈ മുന്നണിയിലുള്ള പാർട്ടിയാണല്ലോ. ഒരുപക്ഷെ കോൺഗ്രസിന് പറ്റുന്ന പിഴവുകൾക്ക് പോലും ചേർന്ന് നിന്നുകൊണ്ട് ഈ മുന്നണിയെ ശക്തിപ്പെടുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഇല്ലേ? മുസ്ലിം ലീഗിന് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ കൺസേണാണ്. ആ ഞങ്ങളുടെ കൺസേൺ അത് ഞങ്ങളായിട്ട് തന്നെ പരിഹരിച്ചോളാം. അതിന് പുറത്തു നിന്ന് ഉപദേശം തൽക്കാലം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇപ്പം ഇല്ല. നിങ്ങൾ പറയപ്പെടുന്ന പ്രശ്നം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് പരിഹരിച്ചോളാം. ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞ തർക്കം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിയെ ഭരിക്കുന്നു എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിയെ ഭരിക്കുന്നത് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും സെക്യുലറിസത്തിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കുന്ന നിലപാടല്ലല്ലോ. അതേസമയം CPMന്റെ അതാണോ? 2020 സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഈ രാജ്യത്തിൻ്റെ രാജ്യസഭയിൽ ഉണ്ടാവണം എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. ബംഗാളിൽ CPMന് അതിനുള്ള എണ്ണമില്ല. ഞങ്ങൾ പറഞ്ഞു നിരുപാധിക പിന്തുണ തരാം, സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വരട്ടെ. ഞങ്ങൾ പറഞ്ഞു. ആരാ അതിനെ പരാജയപ്പെടുത്തിയത്? പിണറായിസ്റ്റുകളല്ലേ? ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പ്, ഞാൻ പിണറായിസ്റ്റുകൾ എന്ന് മനഃപൂർവ്വം പറയുന്നതാണ്, കേരളത്തിലെ CPMനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പിണറായിയെ കുറിച്ച് പറഞ്ഞാൽ അത് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിനൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ചർച്ച നടന്നില്ലേ? ആരാ അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്? ഈ പിണറായിസ്റ്റുകളല്ലേ? ഇന്നും പുറത്തു വന്നിരിക്കുന്നു, കോൺഗ്രസിനൊപ്പം രാഷ്ട്രീയമില്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാം എന്ന് അവിടെ നിൽക്കട്ടെ. ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇത് ഏകോപന സമിതിയിൽ പോലും വരാതിരിക്കാനുള്ള കാര്യം ചെയ്തതാരാ? ഈ പിണറായിസ്റ്റുകളല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി CPM എന്ന് പറയപ്പെടുന്നതാണല്ലോ, ഈ രാജ്യത്ത് ഫാസിസത്തോട് നേർക്കുനേർ നിന്ന് ഏറ്റവും വലിയ പോരാട്ടം നടത്തി അവരെ പരാജയത്തിന്റെ വക്കോളം എത്തിച്ച തെരഞ്ഞെടുപ്പാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പിണറായിസ്റ്റുകൾ ഒരെണ്ണം പോയിട്ട് ഈ സംസ്ഥാനം വിട്ട് മറ്റൊരിടത്ത് പോയിട്ട് പ്രചാരണം നടത്തിയോ? ആ പിണറായി വിജയൻ പോയില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും പോയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, CPMന്റെ നേതാവ് പുറത്തു പോയിട്ട് പ്രചരണം നടത്തിയില്ല നരേന്ദ്രമോദിക്കെതിരെ. അപ്പോൾ സെക്യുലറിസത്തിൽ നിന്ന് ആർക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളത് ഇത് വെച്ച് വായിച്ചാൽ മനസ്സിലാവും. പ്രേംകുമാറെ, പ്രശ്നം അവിടെയാണ്. പ്രശ്നം കേരളത്തിലെ പിണറായിസ്റ്റുകൾ ഇന്ന് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു. മലബാറിൽ ചെല്ലുമ്പോൾ മലബാറിൽ അവിടെ തീവ്ര മുസ്ലിം സംഘടനകളുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോടാ? സാദിഖ് അലി ശിഹാബ് തങ്ങളോടാ പറയുന്നത്. ഏത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ? ഈ മധ്യ കേരളത്തിൽ മുനമ്പം എന്ന് പറയുന്ന ഒരു വിഷയം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന നുണകൾ കൊണ്ടുവന്നുകൊണ്ട് പിണറായി വിജയന്റെ സഹായത്തോടെ, അടിവരയിട്ട് പറയുന്നു, പിണറായി വിജയന്റെ സഹായത്തോടു കൂടി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ BJPയിലേക്ക് എങ്ങനെയെങ്കിലും തള്ളിവിട്ട് ഇവിടെ 10 സീറ്റ് ജയിക്കാൻ കഴിയുമെന്ന് നോക്കുന്ന പിണറായി വിജയൻ ആ വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുമ്പോൾ അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെന്നിട്ട് ക്രിസ്ത്യൻ സമൂഹത്തോട് സംസാരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം മതസമുദായങ്ങളുടെയും പിന്തുണയോടുകൂടി ആ മുനമ്പത്ത് ജനങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് മുസ്ലിം സമുദായം എടുക്കുകയാണ്. ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയും SDP കൂട്ടുകെട്ടി അവിടെ മുസ്ലിം തീവ്ര വർഗീയ പാർട്ടിയുടെ പരിചരണത്തിൽ നിൽക്കുന്നത് എങ്ങനെയാ? മുസ്ലിം ലീഗ് ബാബറി മസ്ജിദിൽ തീവ്ര നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് വിട്ടുപോയ അന്യനെ മടിയിലിരുത്തിയിട്ടാണ് അല്ലേ? ഇനി നോക്കൂ, മധ്യ കേരളത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുനമ്പം വിഷയം. ഈ ഈരാറ്റുപേട്ടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവത്തെ എല്ലാവരും അപലപിച്ചതാണ്. അവിടെ ഒരു ക്രൈം നടന്നു.
പക്ഷേ ആ ക്രൈമിൽ ഉൾപ്പെട്ടവർ ഒരു മതസമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത് BJP-യുടെ ആഭ്യന്തരമന്ത്രിയല്ല, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമല്ല, ഈ കേരളത്തിലാണ്. നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഒരു മതസമുദായത്തിൽപ്പെട്ടവരാണ് തെണ്ടിത്തരം കാണിച്ചത് എന്ന് പറഞ്ഞു ഇല്ലേ? BJP-ക്ക് മറ്റൊരു മുഖ്യമന്ത്രി ഇവിടെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഫാസിസത്തിനെതിരെ പോരാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ പോരാട്ടമായ ഭാരത് ജോഡോ യാത്രയിൽ പോലും ഭാഗമാകാൻ നിന്നപ്പോൾ അതിനെ വരെ എതിർത്ത് തോൽപ്പിച്ച് BJP-ക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പിണറായിസ്റ്റുകളാണ്. പ്രേംകുമാറെ, നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് അതിനെക്കുറിച്ചാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമില്ല. അഭിലാഷ് ഒരു മിനിറ്റ്. തൃശ്ശൂർ ഞങ്ങളുടെ സംഘടനാ വിഷയത്തെ സംബന്ധിച്ചാണ് റിപ്പോർട്ട് ഉള്ളത്. ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, പുറത്ത് നേതൃത്വത്തിൽ നിന്ന് മറ്റൊരാളും കണ്ടിട്ടില്ല. നിങ്ങൾ അത് ഉപയോഗിക്കുകയാണ്. പ്രേംകുമാർ എനിക്ക് മറുപടി തരുമോ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ MM ആരിഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1,05,000 വോട്ട് കുറഞ്ഞു. ശോഭാ സുരേന്ദ്രന് അതേ 1,05,000 വോട്ട് കൂടി. എങ്ങനെയാണ് MM ആരിഫിന് വോട്ട് കുറഞ്ഞതും എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടിയതും എന്ന് അങ്ങേക്ക് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ആറ്റിങ്ങലിൽ നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് എന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് കണ്ണൂരിൽ നിങ്ങളുടെ വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ, പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു തരാമോ? കാരണം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ പിണറായിസ്റ്റുകൾ വർഗീയതയോട് ചെയ്യുന്ന സന്ധി, ആ സന്ധിയാണ് ഈ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നതിന് തയ്യാറ്. അത് പറയാതെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി, ഉപമുഖ്യമന്ത്രി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്നത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്.